എം ജയചന്ദ്രൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ കൂടി ഈ ഘട്ടത്തിൽ ഈ വിഷയവുമായി ചേരുകയാണ്. ശ്രീ എം ജയചന്ദ്രൻ, എന്താണ് ഒരു പാർട്ടി കോൺഗ്രസ്? അതിൽ അവതരിപ്പിക്കുന്ന കരട് രാഷ്ട്രീയ പ്രമേയം സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലുമുള്ള ചർച്ചകൾക്ക് സാധ്യമാകുന്ന തരത്തിലേക്ക് പോവുകയും അടുത്ത പാർട്ടി കോൺഗ്രസ് വരെ രൂപപ്പെടുത്തുന്ന നയത്തെ സംബന്ധിച്ചുമൊക്കെ CPIM നൽകുന്ന പ്രാധാന്യത്തെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി പോലും അറിവില്ലാത്തവരാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ഒന്ന്. രണ്ട്, ഫാസിസത്തിലേക്കുള്ള പോക്ക് അല്ലെങ്കിൽ ഫാസിസ്റ്റ് സ്വഭാവത്തിൽ ഫാസിസത്തേക്കുള്ള പോക്ക് എന്ന യാഥാർത്ഥ്യം പറയുന്നത് എങ്ങനെയാണ് മോദി വിരുദ്ധതയുടെ ശക്തി കുറഞ്ഞതായി പറയുന്നതിൻ്റെ യുക്തി എന്ന് മനസ്സിലാകുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള അടിസ്ഥാനപരമായി വളരെ പിശകുള്ള കാര്യങ്ങളാണ് CPIMൻ്റെ കരട് രാഷ്ട്രീയ പ്രമേയത്തിനെതിരായി ഇപ്പോൾ പ്രചരിക്കുന്നത്. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? അജിംഷാദ്, ഇത് ഈ പാർട്ടി കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ 3 വർഷം കൂടുമ്പോൾ തങ്ങളുടെ പാർട്ടി പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് റിവ്യൂ നടത്തി ശരിതെറ്റുകൾ പരിശോധിച്ച് അടുത്ത 3 വർഷത്തേക്കുള്ള കർമ്മപരിപാടി ആവിഷ്കരിക്കുന്ന സംഘടനാ രൂപമാണ് പാർട്ടി കോൺഗ്രസുകൾ. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ച് അതാണ് CPIM ഏറ്റവും ചിട്ടയായി ഭംഗിയായി ചെയ്യാറുള്ളത്. അത് ഒരു പുതിയ കാര്യമല്ല, എത്രയോ കാലമായി നടന്നു വരുന്ന ഒരു പ്രക്രിയയാണ്. എല്ലാ 3 വർഷം കൂടുമ്പോഴും അത് ചെയ്യാറുണ്ട്. ഈ വർഷവും അതുതന്നെയാണ്. അതിൻ്റെ കഴിഞ്ഞ വർഷം മധ്യത്തോടുകൂടി ജൂൺ മാസത്തോടുകൂടി ബ്രാഞ്ച് തല സമ്മേളനങ്ങൾ തുടങ്ങി. ഇപ്പോൾ അടുത്ത മാസം കൊല്ലത്ത് സംസ്ഥാന സമ്മേളനം നടക്കുന്നു. മധുരയിൽ പാർട്ടി കോൺഗ്രസിലേക്ക് പോകുന്നു. അങ്ങനെയാണ് അതിൻ്റെ ആ രീതികൾ. അപ്പോൾ അതിൻ്റെ ഈ വിഷയത്തിൽ ഇപ്പോൾ മാതൃഭൂമി ഇന്നലെ പ്രസിദ്ധീകരിച്ചൊരു വാർത്തയുടെ കാര്യത്തിൽ അതീവ രഹസ്യ രേഖ എന്നൊക്കെ പറയുന്നത് എത്രമേൽ ഈ സ്വന്തം വായനക്കാരെ, മാതൃഭൂമി എന്ന പത്രത്തിൻ്റെ വായനക്കാർ പ്രബുദ്ധരാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. എന്തെങ്കിലും പ്രബുദ്ധത ഉണ്ടെങ്കിൽ അവരെ വഴിതെറ്റിക്കാൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിലൊരു വാർത്ത പടച്ചു വിട്ടിരിക്കുന്നത്. കാരണം ഇത് ഫെബ്രുവരി 21 ചിന്ത പരിപൂർണമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച 24ാം പാർട്ടി കോൺഗ്രസ് കരട് രാഷ്ട്രീയ പ്രമേയമാണ് ഈ ലക്കം ചിന്തയുടെ ഉള്ളടക്കം എന്ന് അതിൽ കൊടുത്തിട്ട് പോലുമുണ്ട്. അത് ആ ചിന്ത വാരികയിൽ 50 പേജാണ് അതിൻ്റെ പേജ് എണ്ണം. 50ഉം കവർ ഉൾപ്പെടെ 54. ആ 54ാം പേജിൽ 48ാം പേജിലാണ് ഈ കേന്ദ്ര കമ്മിറ്റിയുടെ കരട് രാഷ്ട്രീയ പ്രമേയം കൊടുത്തതിന് ശേഷം 48ാം പേജിൽ നവഫാസിസം എന്ന പദപ്രയോഗത്തെ സംബന്ധിച്ച കുറിപ്പ് CPIM പൊളിറ്റ് ബ്യൂറോ തയ്യാറാക്കിയത്. എന്തിനാണ് ഈ പൊളിറ്റ് ബ്യൂറോ കുറിപ്പ് തയ്യാറാക്കി ഇങ്ങനെ പ്രസിദ്ധീകരിക്കുന്നത്? അത് പ്രസിദ്ധീകരിക്കുന്നത് ഈ പൊളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്ക് അല്ലെങ്കിൽ തൊട്ടു താഴെയുള്ള കേന്ദ്ര കമ്മിറ്റി സഖാക്കൾക്ക് അവർ അതിന് കീഴിലുള്ള ഘടകങ്ങളിലേക്ക് ഈ കരട് രാഷ്ട്രീയ പ്രമേയം വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ ഇത്തരത്തിൽ പൊളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി നിർദ്ദേശിച്ച പ്രകാരം കൽക്കത്തയിൽ ചേർന്ന കേന്ദ്ര കമ്മിറ്റി യോഗം നിർദ്ദേശിച്ചു പൊളിറ്റ് ബ്യൂറോയോട് ഇങ്ങനെ ഒരു കുറിപ്പ് തയ്യാറാക്കി അംഗങ്ങൾക്ക് അറിയിക്കണം എന്ന് തീരുമാനിച്ച പ്രകാരം അറിയിച്ച രേഖയാണത്. അതാണ് ചിന്തയിൽ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത്. അതിനെയാണ് അതീവ രഹസ്യ സ്വഭാവമുള്ള രേഖയെന്ന് മാതൃഭൂമി ആ ഒരു വൈകൃതം കാണിക്കുന്നത്, വാർത്താ വൈകൃതം തന്നെയാണ് കാണിച്ചേക്കുന്നത്. പിന്നെ മറ്റൊന്ന്, ഈ നവഫാസിസം, ഇന്നലെ മാതൃഭൂമി ചാനലിലായിരുന്നു ഞാൻ ഈ വിഷയം ചർച്ച ചെയ്തത് കേട്ടോ. ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഇന്നലെ മാതൃഭൂമി ചാനലിൽ തന്നെ രാത്രി 1 മണിക്കൂർ 7-8 ചർച്ചയുണ്ട്. അതിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അവിടെ ഈ എന്താണ് ഫാസിസം, നവഫാസിസം, ഇത്തരം കാര്യങ്ങളൊക്കെ ഇനി ചർച്ച ചെയ്യാൻ പോവുകയാണ് പാർട്ടി CPIM. അത് ചർച്ച ചെയ്യുമ്പോൾ 1930കളിൽ ഇറ്റലിയിലെ ബെനിറ്റോ മുസോളിനി ആണല്ലോ ഫാസിസം കൊണ്ടുവരുന്നത്, നടപ്പാക്കുന്നത്. അതിനുശേഷം പിന്നീട് ജർമ്മനിയുടെ അഡോൾഫ് ഹിറ്റ്ലർ, അദ്ദേഹം നാസിസം ഫാസിസവുമായിട്ട് ചേർന്ന് പോവുകയാണ് പിന്നീട് ചെയ്യുന്നത്. അങ്ങനെ അതിനുശേഷമാണ് ജൂതന്മാരെ 10,000-കണക്കിന് കൊന്നൊടുക്കുന്ന ഹോളോകോസ്റ്റ് ഉണ്ടാവുന്നത്. ഒരു കണക്ക് പ്രകാരം 90 ലക്ഷം ജൂതന്മാരെ തന്നെ ഹിറ്റ്ലർ കൊന്നൊടുക്കിയിട്ടുണ്ട് ഈ കോൺസെൻട്രേഷൻ ഹോളോകോസ്റ്റ് ക്യാമ്പുകളിൽ വെച്ച്. കമ്മ്യൂണിസ്റ്റുകളെ ഏതാണ്ട് 10 ലക്ഷത്തിലധികം കമ്മ്യൂണിസ്റ്റുകളെ കൊന്നൊടുക്കിയിട്ടുണ്ട്, സോവിയറ്റ് പൗരന്മാരെ ഉൾപ്പെടെ. അല്ലാതെയുള്ള കുറെ ഈ മത നിഷേധികൾ എന്ന് പറഞ്ഞ വേറൊരു 10 ലക്ഷം. അങ്ങനെ എല്ലാം കൂടെ 110 ലക്ഷം പേരെയാണ് ഈ ഫാസിസത്തിന്റെ പേരിൽ ഹിറ്റ്ലർ കൊന്നൊടുക്കിയതായി ചരിത്രം പറയുന്നത്. അതിനുശേഷം ഇപ്പോൾ വരുമ്പോൾ എന്താണ് ഫാസിസത്തിന്റെ പുതിയ ഫോർമേഷൻ എങ്ങനെയാണ്?
ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സാമൂഹ്യശാസ്ത്രപരമായി തന്നെ ചിന്തിച്ചാൽ ഇത് എളുപ്പത്തിൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. ഫാസിസം എന്നുള്ള അന്നത്തെ അതേ രീതിയിലല്ല ഇന്ന് തുടരുന്നത്. അതിന്റെ നവഫാസിസം എന്നുള്ള ആ സങ്കല്പനം ഏതൊക്കെ രീതിയിലാണ് പരിണമിച്ച് വന്നിട്ടുള്ളത്, അതെങ്ങനെയാണ് പരിഗണിക്കേണ്ടത്, അതിനെ സംബന്ധിച്ചുള്ള ധാരണകൾ നമുക്ക് എന്തൊക്കെയാണ് ഉള്ളത്, അതിൻ്റെ ഒരു തീരുമാനത്തിലേക്ക് എങ്ങനെയാണ് എത്താൻ കഴിയുക, അതിന്റെ ആമുഖമാണ് ഈ കുറിപ്പെന്ന് പറയുന്നത്, PBയുടെ കുറിപ്പെന്ന് പറയുന്നത്. എന്നിട്ട് അതിൽ പറയുകയാണ്, പിന്നെ CPIM PBയുടെ കുറിപ്പിൽ പറയുകയാണ്, നവഫാസിസം നവലിബറലിസത്തിന്റെ പ്രതിസന്ധിയുടെ ഉൽപ്പന്നവും ഒരു ആഗോള പ്രവണതയുമാണ്. അത് ഒരു വേൾഡ് ട്രെൻഡാണ് എന്ന് തന്നെയാണ് പറയുന്നത്. നവഫാസിസ്റ്റ് ശക്തികൾ വ്യത്യസ്ത രാഷ്ട്രങ്ങളിൽ രൂപം കൊണ്ടിട്ടുണ്ട്. ചിലതിൽ അവ അധികാരത്തിൽ വന്നിട്ടുണ്ട്. 1930കളിൽ നിന്ന് വ്യത്യസ്തമായി സാമ്രാജ്യത്തിനുള്ളിലുള്ള വൈരുദ്ധ്യങ്ങൾ ഇപ്പോൾ ആഗോള ധനമൂലധനത്തിന്റെ വളർച്ച കാരണം നിശബ്ദമായിരിക്കുന്നു. അത് കൃത്യമായി തന്നെയാണ് പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. 1930കളിലെ അതേ നിലയിലല്ല ഫാസിസം ഇപ്പോ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിന് പുതിയ പിന്നെ പരിണാമങ്ങൾ ഉണ്ടായിരിക്കുന്നു. അതാണ്, അതായത് ജോർജി ദിമിത്രോവിൻ്റെ ഒക്കെ വാദപ്രകാരം ഈ ധനമൂലധന ശക്തികൾ ഏറ്റവും തീവ്രമായി ഏറ്റവും അഗ്രസീവായി ഇടപെടുന്ന ഒന്നാണ് ഫാസിസത്തിൻ്റെ മൂർത്തിമത് ഭാവം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫാസിസ്റ്റ് ഭരണകൂടവും അല്ലെങ്കിൽ ഫാസിസ്റ്റ് സ്വഭാവത്തിൽ അതിലേക്ക് പോകാനുള്ള ഭരണകൂടവും ഒരു ശാസ്ത്രീയ സോഷ്യലിസ്റ്റിൻ്റെ അഥവാ കമ്മ്യൂണിസ്റ്റിൻ്റെ മനസ്സിൽ രണ്ടായി തന്നെ കാണണം. അല്ലെങ്കിൽ അത് വസ്തുതകളെ എതിർക്കുന്നത് ആകില്ല. വസൂരിയുടെ തൊട്ട് മുമ്പുള്ള ഘട്ടവും വസൂരിക്ക് ശേഷമുള്ള ഘട്ടത്തെയും ഒന്നായി ശാസ്ത്രത്തിന് പരിഗണിക്കാനാകില്ല. അങ്ങനെ വളരെ സൂക്ഷ്മമായി ആ പ്രശ്നത്തെ വലിച്ചെടുത്തില്ലാതാക്കാനുള്ള ഒരു പ്രക്രിയയുടെ ശ്രമത്തെയാണ് ഈ ഗോപാലകൃഷ്ണന്മാർ ഇങ്ങനെ എഴുതി വിടുന്നത്. ഇപ്പോഴും അവിടെ തുടരുന്ന ഗോപാലകൃഷ്ണന്മാർ. അതെ 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 അത് ഇത് പിന്നെ നവഫാസിസം നിയോഫാസിസം എന്നൊരു പരികല്പന CPIMന്റെ പൊളിറ്റ് ബ്യൂറോയുടെ കുറിപ്പിൽ വന്നതോടുകൂടി എങ്ങനെ CPIMനെ ഇകഴ്ത്താനായിട്ട് ഈ ടെർമിനോളജിയെ കോയിൻസൈഡ് ചെയ്യാം, ഇതാണ് ആലോചന. പക്ഷെ അതുകൊണ്ട് എന്ത് കാര്യം? ഒരു പാർട്ടി പിന്നെ ഇന്ത്യയിൽ പാർലമെന്ററി രംഗത്ത് പ്രവർത്തിക്കാനുള്ള CPIM അതുപോലെ തന്നെ CPIMന്റെ ചില വിഭാഗങ്ങളാണ് ഇതിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ CPIക്കും CPIMലിനും ഈ അഭിപ്രായമല്ല ഉള്ളത് എന്നതിൽ തന്നെ എടുത്തു പറയുന്നുണ്ട്. കാരണം അവർ വ്യത്യസ്ത പാർട്ടികളാണല്ലോ. വ്യത്യസ്ത പാർട്ടികൾക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവും. അവരെ യോജിച്ച് ചർച്ച ചെയ്യാനുള്ളത് സാധാരണഗതിയിൽ നടക്കുന്ന കാര്യമാണ്. പക്ഷെ സ്വന്തം പാർട്ടി കോൺഗ്രസിൽ ഇത്തരം ഒരു കുറിപ്പ് അവതരിപ്പിക്കാൻ CPIM പിന്നെ മോദിയുമായിട്ട് സന്ധി ചെയ്തിരിക്കുന്നു, ഒത്തുതീർപ്പായിരിക്കുന്നു എന്നൊക്കെ പറയുന്നതിന്റെ ആ വിവരക്കേടിന്റെ എന്താണ് അതിന്റെ ഒരു മൂർധന്യത എത്രയാണെന്ന് ആലോചിച്ചാൽ മതി അജിം ഷാദെ. ഇത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് കൂടുതൽ ചർച്ച ചെയ്യാൻ വേണ്ടി തന്നെയാണല്ലോ പരസ്യപ്പെടുത്തുന്നത്. അത് മാത്രമല്ല ഇന്ന് അവരുടെ കേന്ദ്ര കമ്മിറ്റി അംഗം അടക്കം CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം അടക്കം AK ബാലനടക്കം പറയുന്ന കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇതിൽ CPI അടക്കമുള്ളവർക്ക് ആർക്കും ഇതിൽ അവരുടേതായ നിലപാട് വ്യക്തമാക്കാം. അതിനുള്ള അവസരം കൂടിയുണ്ട്. കാരണം പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട നടക്കുന്ന ഈ പ്രക്രിയ അത്തരത്തിലൊരു വിശാല സ്വഭാവമുള്ളതാണ്. അതുപോലും പലർക്കും അറിയില്ല. കാരണം ഇത് മറ്റ് കേഡർ സംവിധാനമുള്ള ഒരു പാർട്ടിയാണ്. അപ്പോൾ അവരുടെ തീരുമാനം പോലെ ഇത് രഹസ്യമായി ഇങ്ങനെ കൊണ്ടുവരികയാണ്, രഹസ്യമായി കൊണ്ടുപോകുന്നു എന്നൊക്കെയുള്ള ധ്വനി വരുത്തിക്കുകയാണ്. ഇത് തുമ്പപ്പൂ എന്നാൽ മഞ്ഞൾ പോലെ കറുത്തിരിക്കുമെന്ന് പറയുന്നത് പോലെയാണ്. തുമ്പയെക്കുറിച്ചറിയില്ല, വെളുപ്പിനെക്കുറിച്ചറിയില്ല, മഞ്ഞളിനെക്കുറിച്ചറിയില്ല, കറുപ്പിനെക്കുറിച്ചറിയില്ല.